24 മണിക്കൂറും മഴ, എന്നിട്ടും ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണെന്നാണെങ്കിൽ പാവമല്ലേ അതുങ്ങൾ കുടിച്ചു വളരട്ടെ എന്ന്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന സകലമാന അൽക്കുലത്ത് സാധനങ്ങളും രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതും പോകുമ്പോൾ കഴിച്ചുകൊണ്ട് പോകാനുള്ള സാധനങ്ങളാണ്. രാവിലെ ഉറക്കത്തിൽ നിന്ന് ഇതൊക്കെ ചെയ്യണ കാര്യം ആലോചിക്കുമ്പോൾ വിചാരിക്കും പണ്ടത്തെ നമ്മുടെ കഞ്ഞിയും പയറൊക്കെ മതിയായിരുന്നു ഈ പിള്ളേർക്കൊന്നും. ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ലെവൽ തന്നെ മാറിപ്പോയില്ലേ. രാവിലെ കഴിച്ചോണ്ട് പോകാനൊന്ന്, കൊണ്ടുപോകാനൊന്ന്, ഉച്ചയ്ക്ക് കഴിക്കാൻ വേറൊന്ന്. പണ്ട് സ്കൂളിൽ നിന്ന് കഴിക്കാനും കിട്ടുമായിരുന്നു. കഞ്ഞി വെക്കുന്ന അമ്മച്ചിക്ക് വെള്ളം കോരി കൊടുത്താൽ പയർ പാഴ്സൽ വീട്ടിൽ കൊണ്ടുവരാനും തരുമായിരുന്നു. ഞാൻ ചെടിക്ക് വെള്ളവും വളമൊക്കെ ഇട്ട് കിളിർപ്പിച്ചത് എങ്ങനെയോ ഈ മയിലുകൾ അറിഞ്ഞിട്ടുണ്ട്. ദേ എല്ലാം കൂടെ വന്നിട്ടുണ്ടേ. എൻ്റെ വീട്ടിലെ വളർന്നു വരുന്നൊരു വ്ളോഗറെ കാണിച്ചുതരാം. നല്ല ഉറക്കമാണ്, പക്ഷെ ഒരു കാര്യം പറയുമ്പോൾ ചിരിക്കും കേട്ടോ. ഒരു മിനിറ്റ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ. എങ്ങനെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ. ഇതാണ് നമ്മുടെ വളർന്നു വരുന്ന കുട്ടി വ്ളോഗർ. ഉറക്കത്തിലാണെങ്കിലും ഇത് കേൾക്കുമ്പോൾ ഒരു ചിരിക്കും. ഒന്നുകൂടെ പറഞ്ഞുതരാവേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ. ചിരിയടി ചിരിയടി അടേ ചിരിയടി ചിരിയടി. എങ്ങനെ കുഞ്ഞ് ചിരിക്കണേ, കുഞ്ഞെങ്ങനെ ചിരിക്കണേ. ഇതെന്താ നവരസങ്ങളോ? ജഗതി പോലും ഇത്രയധികം നവരസങ്ങൾ കാണിക്കൂല. അതിനിടയ്ക്ക് ദേ കയ്യിൽ 2 സഞ്ചിയും തൂക്കി ഇന്നലെ അയൽക്കൂട്ടത്തിന് പോയ ആൾ ഇന്ന് ദേ വരുന്നുണ്ടേ. അപ്പൊ നിങ്ങൾ വിചാരിക്കും അയൽക്കൂട്ടത്തിന് പോയിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങിന്നല്ലേ. അമ്മ പോയത് വിതിരലാണേ, അതുകൊണ്ടാണ് ഇന്ന് വന്നത് കേട്ടോ. ചീതൂട്ടിയുടെ ചിരി കുറച്ചും കൂടെ കാണിക്കണേന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് ദേ ചീതൂട്ടി ഇവിടെ ചിരിച്ചു തള്ളു കേട്ടോ. ഉറക്കത്തിൽ നിന്ന് എണിച്ച് കഴിഞ്ഞ ശേഷമുള്ള കലാപരിപാടിയാണ് നിങ്ങൾ ദേ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നത്. ഈ ചിരി കണ്ടിട്ട് ആരും വിചാരിക്കണ്ട അയ്യോ പാവം കൊച്ചു ചിരിച്ചോണ്ടിരിക്കുന്നെന്ന്. ഇപ്പൊ റിമോവ് ആയിട്ട് ചിരിച്ചോണ്ടിരിക്കുന്ന ഇവള് 10 മിനിറ്റ് കഴിയുമ്പോ അമ്പിയും അന്യനും ഒക്കെ ആയി മാറും. ഇവിടെ ചീതൂട്ടിക്കും മോനും ഒക്കെ ഏറ്റവും ഇഷ്ടം മാമ്പഴമാണ്. അതുകൊണ്ട് അമ്മ പോയിട്ട് വന്നപ്പോ മാമ്പഴം മേടിച്ചോണ്ട് വന്നായിരുന്നു കേട്ടോ. ഇവിടെ ഈ മാമ്പഴം, പൈനാപ്പിൾ അതുപോലുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നാല് അത് കട്ട് ചെയ്യലും പങ്കുവെക്കലും എല്ലാം എന്റെ ജോലിയാണേ. മാങ്ങയല്ല എന്ത് തേങ്ങയാണെങ്കിലും കട്ട് ചെയ്താൽ ആദ്യം ഗണപതിക്ക് കൊടുക്കണമെന്നാണ്. അതുകൊണ്ട് ആദ്യത്തെ പീസ് ഞാൻ തന്നെ അകത്താക്കി കേട്ടാ. കെമിക്കൽസ് ഒരുപാട് അടിച്ചോണ്ടാണോന്ന് അറിയാൻ വയ്യ, നല്ല മധുരം. ഈ മാങ്ങ ഒരു 5 ദിവസം തുടർച്ചയായിട്ട് കഴിച്ചാൽ ഒന്നെങ്കിൽ ഷുഗർ ഒന്ന് മനുഷ്യൻ തട്ടിപ്പോവും, അല്ലെങ്കിൽ ഉള്ള കെമിക്കൽ എല്ലാം കൂടെ അകത്താക്കിയിട്ട് തട്ടിപ്പോവും. അങ്ങനത്തെ ഒരു പ്ലേറ്റ് നിറയെ മാമ്പഴം നടന്ന് കിടന്ന് ഹാളിലേക്ക് പോവുകയാണ്. ഞാൻ ഈ മാമ്പഴം കട്ട് ചെയ്യുന്നതിന്റെ പ്രധാന രഹസ്യം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ? മാങ്ങയുടെ പാണ്ടിയും കിട്ടും, മാങ്ങയുടെ പീസും കിട്ടും. എങ്ങനെയുണ്ട് ഐഡിയ? അമ്മയുടെ കയ്യിലിരിക്കുന്ന ഈ സാധനം അമ്മ പോയിട്ടെന്നപ്പോ കൊണ്ടുവന്നതാണ്. മുള്ളാത്തിന്ന് മാത്തിച്ചേക്കെന്നൊക്കെ പറയും. അലമാരക്കകത്തുനിന്ന് ഒരു പുത്തൻ ബോയ് എടുത്ത് കൊച്ചിന് തല വെച്ച് കൊടുത്തപ്പോ അമ്മ പറയാണ് കുളിച്ചിട്ട് തോർത്ത് തല കെട്ടിക്കുന്ന പോലെ ഉണ്ടെന്ന്. ഞങ്ങൾ എല്ലാരും കൂടി ആയൂര് വരെ ഒന്ന് പോവുകയാണ് കേട്ടോ. കുറച്ച് സാധനം മേടിക്കാനുണ്ട്. തലയിൽ മര്യാദയ്ക്ക് വെച്ച് കൊടുത്ത ബോയെ കയ്യിലെടുത്ത് പിച്ച് കീറുതേ മാങ്ങാട്ടി പരിവാക്കി വെച്ചിട്ടുണ്ട് അവള്. അച്ഛൻ്റെ വണ്ടി താൽക്കാലികമായി ഓട്ടം നിർത്തി വെച്ചാൽ ഞങ്ങൾ മാക്കാൻ നടക്കാൻ പോവുകയാണ് ഗൈസ്. നടന്നു കിടന്ന് ഞങ്ങൾ ചാകും. ഇന്നത്തെ യാത്ര പോകാൻ മോനില്ല കേട്ടോ. അവൻ ഇന്ന് ട്യൂഷന് പോയിരിക്കുവാണേ. ഒരു ഓട്ടോ വിളിച്ച് പോവാന്ന് പറഞ്ഞപ്പോ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു കുറച്ച് ദൂരേ ഉള്ളൂ, നമുക്ക് ഇടവഴി കയറി പോവാന്ന്. ആ ഇടവഴി ഒരു വല്ലാത്ത വഴിയായി പോയി കേട്ടോ. ഞാൻ ഈ മാക്കാൻ നടക്കുന്ന കാല് നിങ്ങൾ കണ്ട. കുറെ നേരം കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്റെ കാലൊക്കെ പറഞ്ഞു പോകുന്നു, അത്രയും ദൂരം നടക്കാനുണ്ടായിരുന്നു. നടന്ന് ഒരു വഴി എത്തിയപ്പോ അമ്മ പറഞ്ഞ്, ഒരു വഴി എത്തിയപ്പോഴല്ല ഒരു വഴിയായപ്പോ അമ്മ പറഞ്ഞ് ദേ ഇതിലേ പോയാൽ എളുപ്പമാണ്, ഇതിലേ കൂടെ കയറി പോവാന്ന്. ഞങ്ങൾക്ക് രണ്ടാൾക്കും അമ്മയാണ് മോളാണെന്ന് ഒരു വ്യത്യാസമില്ലാതെ ദൈവം നടുവേദന കനിഞ്ഞിങ്ങോട്ട് തന്നതുകൊണ്ട് കൊച്ചിനെ മാറിയാണ് ഞങ്ങൾ എടുത്തത്. ഞാനിവിടെ താമസത്തിന് വന്നിട്ട് ഏകദേശം 1.5 വർഷമായെങ്കിലും ഇന്ന് വരെ ഞാൻ കണ്ടിട്ടുമില്ല പോയിട്ടുമില്ലാത്ത വഴി കൂടെയൊക്കെയാണ് എന്റെ അമ്മ എന്നെ കൊണ്ടുപോകുന്നത്. അമ്മ എന്റേതായതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, കൊല്ലാനായിരിക്കൂലല്ലേ കൊണ്ടുപോകുന്നത്. ദൈവമേ, ഞാൻ ഉണ്ടാക്കി നശിപ്പിച്ച ഫുഡിന്റെ കാര്യമൊക്കെ ഓർത്തിട്ട് ഇനി അമ്മയ്ക്ക് സഹിക്കാൻ വയ്യെന്നും പറഞ്ഞ് എന്നെ വല്ല പൊട്ടക്കളത്തിലും കൊണ്ട് കളയാൻ പോണയാണോ തമ്പുരാനെ. അമ്മയും അച്ഛനും വെളുപ്പാങ്കാലത്ത് 1 മണിക്കൊക്കെ റബ്ബർ വെട്ടാൻ പോകുന്നത് ദേണ്ട ഈ വഴി കൂടെയാണ് കേട്ടോ. നടന്ന് പോയപ്പോ ദേണ്ട ഒരു വീട്ടിൽ ഒരു മരം നിറയെ റംബുത്താൻ. പിന്നെ മോഷണം ആരോഗ്യത്തിന് വളരെ 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 ഹാനികരമായതുകൊണ്ട് ഞാൻ പറിച്ചില്ല, വീഡിയോ മാത്രം എടുത്തോളൂ. വെറുതെ എന്തിനാണ് നാട്ടുകാരുടെ കയ്യിരിക്കുന്ന അടി ഞാൻ മേടിച്ചു കൂട്ടുന്നത്. ഇതിപ്പോ നടന്ന് കുറെ കുന്നും മലയും താണ്ടിയതല്ലാതെ റോഡെന്ന് പറയുന്ന സാധനം കാണാനില്ല. നടന്നു പോയപ്പോ ദേ നിൽക്കുന്ന ഒരു മുള്ളാത്തി മരം, പക്ഷെ അതിനകത്ത് ഒരു കായ ഉണ്ടായിരുന്നുള്ളൂ കേട്ടാ. നടന്നു പോകുന്ന വഴിക്ക് കണ്ടതാണ് ദേണ്ട ഈ കിടക്കുന്ന ആൾതാമസം ഇല്ലാത്ത വീടേ. ഒരു കാറും കിടപ്പുണ്ട്, പക്ഷെ കണ്ടപ്പോ എനിക്ക് എന്തോ ഭയങ്കര പേടി തോന്നി ഈ വീട്. ഈ ഹൊറർ സിനിമയൊക്കെ ഇഷ്ടംപോലെ കാണുന്നതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലുള്ള വീടുകൾ കാണുമ്പോൾ എനിക്ക് നെഞ്ചിട്ട് അങ്ങോട്ട് പോകും. ഒരു ഭാർഗവി നിലയം, ഒരു കാറുണ്ട്, ഒരു വീടുണ്ട്. ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആൾതാമസം ഇല്ലാത്ത വീടൊക്കെ കിടക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ആൾതാമസം ഇല്ലാത്ത വീട്ടിനകത്ത് നടന്നു പോകുന്നത്. എനിക്ക് പേടിയാണ് കേട്ടോ. ജനലൊക്കെ തുറന്നിടപ്പുണ്ട്, എത്തി നോക്കണല്ലോ. ചിലപ്പോൾ വല്ല കല്യാങ്ങാട്ട് നീളി അന്ന് കഴുത്തിലെങ്ങനെ പിടിച്ചാലോ. അപ്പോൾ മാവ് ഇതിൽ നിറച്ച് മാങ്ങ വരുമോ? ആ വീടിന്റെ 4 സൈഡിലും മാവേ ഉള്ളൂ. അമ്മ പറയുന്ന സീസണിൽ ഇവിടെ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടാവാറുണ്ടെന്ന്. പക്ഷെ എന്നിട്ടും ആ വീട് കാണുമ്പോ എന്തോ എനിക്കൊരു പേടി. ശരിക്കും പറഞ്ഞാൽ എനിക്കിത് കണ്ടപ്പോ സമ്മറിൻ പാലസ് സിനിമയിലെ വീടാണ് ഓർമ്മ വന്നത്. ആ വീട് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോ ദേ കിടക്കുന്ന അടുത്തടുത്ത് 2 വീട് ആൾതാമസമില്ലാതെ. ഇതെന്ത് പാട്? ഈ നടന്ന് കിടന്ന് അടപ്പളവി കേട്ടിട്ടുണ്ടോ?
കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ കേട്ടോ, ഇത് കണ്ടോ വയ്യ. എൻ്റെ അമ്മ ഏതൊക്കെയോ വഴി കൂടെ എന്നെ വല്ല ശത്രുത എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഇത്രയും വേണമായിരുന്നു ഞാൻ ആലോചിക്കുക. 16 കയറ്റം 16 ഇറക്കം, ഫുള്ള് കാട്. പുലി പിടിക്കാതെ റോട്ടിലെത്തിയത് കാരണവരെ പുണ്യം. സംസാരിക്കാൻ പറ്റില്ല കേട്ടോ, നാക്ക് കുഴഞ്ഞോട്. ഇടയ്ക്ക് മുടിഞ്ഞ വെയിലും. എന്റെ മാത്രം പ്രശ്നമാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ആളില്ലാത്ത വീട് കാണുമ്പോഴേ പെട്ടെന്ന് പ്രേതത്തെ ഓർമ്മ വരും. നിനക്ക് നടക്കാൻ വയ്യെങ്കിൽ ഞാൻ ഇപ്പൊ ഓടി കാണിച്ചിടാന്ന് പറഞ്ഞ് വലിയ കാര്യത്തിൽ ഒരാൾ ഓടി വന്നതായിരുന്നേ. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ശ്വാസം ഇല്ലാതെ അവിടെ കിടന്ന് വലിവോട് വലിവായിരുന്നു. ഇതിന് രണ്ടിനെ ഞാൻ തന്നെ എടുത്തോണ്ട് പോകണല്ലോ ദൈവമേ. എന്റെ ദൈവമേ, ഈ കിടക്കുന്ന മുതലിന്റെ വില ഇന്നാണ് ഞാൻ നന്നായിട്ട് അറിഞ്ഞത്. എന്നും ഒരുങ്ങി കെട്ടി അച്ഛന്റെ വണ്ടി കയറി പോകുമ്പോ ഒരു വിലയും ഇല്ലായിരുന്നു. ഇന്ന് കുറെ ദൂരം നടന്ന് അടപ്പറവിയപ്പോഴാണ് ആ വണ്ടി വിലമതിക്കാനാവാത്തതാണെന്ന് മനസ്സിലായത്. ഞങ്ങൾ നേരെ വന്നത് ഫ്രൂട്ട്സ് കടയിലാണേ. സ്കൂളിൽ ഇനി മുതലേ സ്നാക്സ് കൊണ്ടുപോകാൻ പാടില്ല, ഫ്രൂട്ട്സേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന്. സ്നാക്സ് ഒന്നും പിള്ളേർക്ക് കഴിക്കാൻ പാടില്ലെന്ന്. ഫ്രൂട്ട്സിൽ പിന്നെ തീരെ വിഷമില്ലാത്ത ഇഷ്ടം പോലെ കഴിക്കാല്ലേ. ദേ കിടക്കുന്ന പണ്ടത്തെ കൊലകലാ മുന്തിരിങ്ങ. റംബുട്ടാന് പിന്നെ തീരെ വില കുറവായിരുന്നു, കിലോയ്ക്ക് 300 രൂപയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ അവിടെ കിടന്ന് നന്നായിട്ട് ആടിക്കളിക്കട്ടെ, എനിക്ക് വേണ്ടെന്ന്. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ദേ ഒരു ലോറിയിൽ ഒരു ആക്സിഡന്റ് കേട്ടോ. ലോറിയുടെ ഫ്രണ്ട് വശം ഏകദേശം കുറെ പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ടേ. ദൈവമേ, ആർക്കും ഒരു ആപത്ത് വരാതിരുന്നാൽ മതിയായിരുന്നു. പിന്നെ നേരെ ഒരു കടയിൽ പോയിട്ട് മോന് സ്കൂളിൽ ആവശ്യത്തിന് വേണ്ടിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നേ. സ്കൂൾ തുറന്നിട്ട് ഇപ്പൊ 2 മാസം ആയോളെങ്കിലും കളർ ഇപ്പൊ 5ാമത്തെ പാക്കറ്റാണ് മേടിക്കുന്നത്. യവനിന് കളർ അടിക്കുകയാണോ സമയം കിട്ടുമ്പോൾ കളർ വരെ തിന്നെയാണോ എന്തോ എനിക്കറിയാൻ വയ്യ. പിള്ളേരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതേണ്ട ഈ ഇരിക്കുന്ന ബിസ്ക്കറ്റ് എവിടെ കണ്ടാലും ഞാൻ അവിടെ സഡൻ ബ്രേക്കിട്ട് നിൽക്കും. പല്ലില്ലാത്ത എന്റെ അച്ഛന് ചായയിൽ മുക്കി അടിക്കാൻ വേണ്ട ഒരു പാക്കറ്റ് റസ്ക് മേടിച്ചിട്ടുണ്ടേ. അതല്ലെങ്കിൽ റസ്ക് എന്നാ റിസ്ക് എടുക്കാൻ പറ്റുമെന്നാണ്. പിന്നെ വേണ്ട ഈ ഉപ്പിന്റെ 1 കവർ ബിസ്ക്കറ്റ് മേടിച്ചേട്ടാ. പിന്നെ എന്നത്തെയും പോലെ തിരിച്ചു വരുന്ന വഴിക്ക് കടയിൽ കയറി ഒരു മുളക് ബജിയും ഒരു ചായയും കുടിച്ചു. ചീതൂട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഉഴുന്നുവട. ഇപ്പൊ പുറത്തു പോകാൻ വണ്ടി കയറുമ്പോ ആദ്യം ചായ എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന മുതലാണ്. ചായ കൂടി ഇച്ചിരി കൂടുതലാണെന്ന് നിങ്ങളിൽ പലരും പറയുന്നതുകൊണ്ട് നിങ്ങളുടെ മുഖത്തും നോക്കാതെ ചായ കുടിക്കും. പിന്നെ അല്ല, തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് ഒരു ചക്ക പഴുത്തിരിക്കുന്ന കാര്യം ഓർത്തത്. ഈ തെങ്ങ് ചതിക്കുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ പ്ലാവും ചതിക്കും. മര്യാദയ്ക്ക് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചപ്പോ വവ്വാല് ചപ്പിയതിനേക്കാളും ഗതികേടായി പോയി ഞാൻ എടുത്ത ചക്ക. അവസാനം എടുത്തെടുത്ത് വേണ്ട ഇത്രയും കിട്ടിയിട്ടുണ്ടേ. വിഷുവിന് കൈനീട്ടം മേടിക്കാൻ ഉറക്കത്തേന്ന് വന്നിരിക്കും പോലെ ഇരിക്കുന്നത് എന്തിനാന്നല്ലേ? പഴയ ക്രയോൺസ് എല്ലാം കൊണ്ട് കളഞ്ഞുകൊണ്ട് ഇന്നെ മേടിച്ച് കൊടുക്കൂല ഞാൻ പറഞ്ഞതായിരുന്നു. പക്ഷെ പുള്ളിക്കാരന് കിട്ടിയപ്പോ സന്തോഷമായി ഒരു ഉമ്മ തന്നു. പിള്ളേർ എങ്ങനെയാണ് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെ ഒരുപാട് സന്തോഷം കണ്ടെത്തും അല്ലേ? ഈ ഒരു പാക്കറ്റ് കളറിന്റെ വില 100 രൂപയായിരുന്നു കേട്ടോ. രാത്രിയിൽ കഴിക്കാൻ ചപ്പാത്തി, ഉച്ചത്തെ പാവയ്ക്കാൻ മെഴുക്കുവരട്ടി സാമ്പാറും ആയിരുന്നു കേട്ടോ. പാവയ്ക്കാൻ മെഴുക്കുവരട്ടി കൂട്ടി ഒരു പീസ് ചപ്പാത്തി എടുത്ത് വായിലോട്ട് വെച്ചതേ ഉള്ളൂ. എനിക്ക് എന്തിന്റെ കേടായിരുന്നോ എന്തോ, അണ്ണാക്ക് വരെ കഴിച്ചുപോയി. അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.